ലോകം മുഴുവനും എതിർക്കുന്ന ചില കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് കുട്ടികളും സ്ത്രീകളും ഒക്കെ മദ്യപാനത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക് ഒക്കെ പോകുന്ന ഒരവസ്ഥ. അതോടെ കുടുംബാന്തരീക്ഷം തന്നെ തകരുകയാണ് ചെയ്യുന്നത്. കുടുംബാന്തരീക്ഷം തകരുകയല്ല, കുടുംബം തകർന്നാൽ ദേശം തകർന്നു, ദേശം തകർന്നാൽ രാജ്യം തകർന്നു, രാജ്യങ്ങൾ തകർന്നാൽ ലോകം തകർന്നു. ഇതാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഗാരി എസ് ബെക്കർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. 1991 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് വാങ്ങിയ ആളുമാണ്. അദ്ദേഹത്തിന്റെ ആ നൊബേൽ പ്രൈസ് ലഭിച്ച പുസ്തകത്തിന്റെ പേര് കേൾക്കണ്ടേ? എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, അതായത് കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം. എന്താണ് കുടുംബത്തെ പറ്റി അങ്ങനെ ഒരു പഠനം കൊണ്ടുവന്നത്? അദ്ദേഹം അങ്ങനെ ഒരു പഠനം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം കുടുംബ ബന്ധങ്ങൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ഈവൻ ഇന്ത്യയിൽ പോലും ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതായത് തുണി വലിച്ചെറിയുന്നത് പോലെ വിവാഹ ബന്ധങ്ങൾ മാറിപ്പോകുന്ന കാലഘട്ടം. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഗാരി എസ് ബെക്കർ ഈ ഗ്രന്ഥം എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്ന ഗ്രന്ഥം എഴുതുന്നത്. അദ്ദേഹം അതിൽ എന്താണ് പറയുന്നത് എന്നല്ലേ? അതായത് ഒരു വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്ന് ഒരു ഫേം, ഒരു സംരംഭം തുടങ്ങുന്നത് പോലെയാണ്. ഒരു സംരംഭം തുടങ്ങിയാൽ അതിന്റെ ലക്ഷ്യം എന്താണ്? ലാഭമുണ്ടാക്കുക. എങ്ങനെയാണ് ഒരു സംരംഭത്തിന് ലാഭമുണ്ടാക്കാൻ പറ്റുക? ഏറ്റവും ഉത്കൃഷ്ടമായ ഉൽപ്പന്നം ഉണ്ടാക്കുക, അതിനെ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ തന്നെ ഉണ്ടാക്കി വിപണനം ചെയ്യുക. അതാണ്. അപ്പോൾ ഒരു കുടുംബം എന്ന ആ കൊച്ചു സംരംഭം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്? നമുക്കറിയാം, കുഞ്ഞുങ്ങളാണ് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ. അപ്പൊ ബെക്കർ പറയുന്ന എല്ലാ കാര്യവും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കുക, വെബ്സൈറ്റിൽ നിന്ന്, എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി. ആ പുസ്തകത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതായത് കുടുംബം എന്ന സംരംഭത്തിന്റെ സന്തതികൾ, അവരെ എങ്ങനെയാണ് മികച്ച പൗരന്മാരാക്കി വളർത്തേണ്ടത് എന്ന കാര്യത്തിലാണ് ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം കിടക്കുന്നത്. ആ ഉത്തരവാദിത്വം 101% അവർ പാലിക്കണം. അങ്ങനെ പാലിക്കുമ്പോഴാണ് ഉത്തമ പൗരന്മാരായി മക്കൾ ചേരുന്നത്. ഇതിനാണ് നോബൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകം മുഴുവനും, നോബൽ പ്രൈസ് കമ്മിറ്റിയും ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത് എന്താണ്? കുടുംബങ്ങൾ ഇങ്ങനെ മാതൃകാ കുടുംബങ്ങളായി മാറണം. വിവാഹബന്ധം വലിച്ചെറിഞ്ഞു പോകാനുള്ളതല്ല, അത് വളരെ ദൃഢമായി നിൽക്കേണ്ടതാണ്. ദൃഢമായി നിൽക്കേണ്ടത് എന്തിനു വേണ്ടി? അവർ ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, ആ കുട്ടികൾ ഉത്തമ പൗരന്മാരായി തീരാൻ വേണ്ടി. ഉത്തമ പൗരന്മാരായി തീരണമെന്നുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ചു വീണ കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാനുള്ള അവകാശമുണ്ട്. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പോഷകം കിട്ടാനുള്ള അവകാശമുണ്ട്. അത് അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് പോഷകങ്ങൾ കിട്ടേണ്ടത്. അപ്പൊ അമ്മയ്ക്ക് നല്ല ആഹാരങ്ങൾ കൊടുക്കണം, നല്ല മാനസിക സാധ്യതകൾ കൊടുക്കണം. അങ്ങനെ ഉദരത്തിൽ വെച്ച് ആ കുഞ്ഞിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന കുഞ്ഞാണ് പ്രസവത്തോടെ ഭൂമിയിലേക്ക് വരുന്നു. അവിടെയും ആ കുഞ്ഞിന് അവകാശങ്ങളുണ്ട്. ആ കുഞ്ഞ് സ്വന്തം അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറാകുന്ന 18 വയസ്സോ 20 വയസ്സോ 21 വയസ്സോ എത്രയും ആകട്ടെ, അതുവരെയും അച്ഛനമ്മമാരുടെ സംരക്ഷണം ഒരുമിച്ച് വേണം. അങ്ങനെ സംരക്ഷണം കിട്ടാനാണ് വിവാഹബന്ധം എങ്ങനെ സൂക്ഷിക്കണം? പവിത്രമായി സൂക്ഷിക്കണമെന്ന് ഗാരി എസ് ബെക്കർ ആവശ്യപ്പെടുന്നത്. കാരണം അപ്പോഴാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ? ഇതിനെപ്പറ്റി വല്ല ചിന്തയുമുണ്ടോ? അതായത് നമുക്കറിയാം എന്തെല്ലാം തരത്തിലാണ് പണം സ്വന്തം പോക്കറ്റിലേക്ക് ആക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ, കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വീര്യം കുറഞ്ഞ പാനീയം, മദ്യം വിൽക്കാനുള്ള ഇതായിട്ട് പോകുന്നത്.